പണി പൂർത്തിയാക്കുന്ന പന്തളത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സ്വാമി അയ്യപ്പൻ്റെ പേരിൽ അറിയപ്പെടും. ബസ് സ്റ്റാൻഡിന് സ്വാമി അയ്യപ്പൻ എന്ന പേര് നൽകി പന്തളം നഗരസഭ. ഒക്ടോബർ 30 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യും. ഐതിഹ്യപരമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാടാണ് പന്തളം. BJP ഭരിക്കുന്ന നഗരസഭയിലെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് അയ്യപ്പന്റെ നാമത്തിൽ. അതേ നഗരസഭയുടെ പദ്ധതിയായി പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാക്കുമ്പോൾ മറ്റേത് പേരാണ് ഉചിതമാവുക? സ്വാമി അയ്യപ്പൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നാണ് പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് പന്തളം നഗരസഭ പേര് നൽകിയത്. കൗൺസിൽ യോഗത്തിൽ നിർദ്ദേശിച്ച പേരിനെ പ്രതിപക്ഷവും എതിർത്തില്ല. പേരിടുന്നതിനൊന്നും എതിർപ്പൊന്നുമില്ല, അവർക്ക് സന്തോഷമായിരുന്നു. ഐക്യാണ്ടനെയാണ് പേരിട്ടത്. പിന്നെ അവർക്ക് ഈ ഉണ്ടല്ലോ രാഷ്ട്രീയമായ ചില ചിന്തകളുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുക. പന്തളം ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് പ്രശ്നമുള്ള ഒരു ഏരിയയാണ് പന്തളം ടൗൺ. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിൽ പോലും പല കത്തുകളും ഗതാഗത മന്ത്രി ഉൾപ്പെടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിയന്തരമായിട്ട് പരിഹാരം കാണണം. അപ്പോൾ ഇതിപ്പോൾ ജംഗ്ഷനിലാണ്. അവിടെ ഇപ്പം ഞങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സും മുനിസിപ്പൽ ബിൽഡിങ്ങും പണിയാണ്. അപ്പോൾ അവിടുന്ന് ബസ് സ്റ്റാൻഡ് മാറ്റണം. ഒന്ന്. രണ്ടാമത് ഈ ട്രാഫിക് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡ് പന്തളം ടൗണിൽ നിന്ന് മാറ്റി വെക്കത്തുള്ളൂ. തന്നെയല്ല ഇവിടെ വന്ന KSRTC ബസ് സ്റ്റാൻഡും ഇതും അടുത്തടുത്തായതുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാണ്. മറ്റേ ഇവിടുന്ന് പന്തളം വരെ നടന്നു പോയിട്ട് വേണം ടൗണിൽ വരെ നടക്കണം. അതുകൊണ്ട് ഇപ്പം ഇത് രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ഏറ്റവും വലിയ സൗകര്യമാണ് ഇപ്പോൾ ഈ ക്രമീകരണത്തിൽ വരുന്നത്. ഒക്ടോബർ 30 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സ്വാമി അയ്യപ്പൻ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം ഈ വരുന്ന 30-ാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ അവர்களാണ് ഉദ്ഘാടന കർമ്മം ചെയ്യുന്നത്. വൈകിട്ട് 4 മണിക്കാണ്. അതോടൊപ്പം തന്നെ 10-20 വർഷങ്ങളായി പന്തളത്തിൻ്റെ ശാപമായിരുന്ന മുട്ടാർ നീർച്ചാൽ അതിപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവും അന്ന് വൈകിട്ട് തന്നെയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. സ്റ്റാൻഡിന് സമീപം പതിറ്റാണ്ടുകളായി മാലിന്യം നിറഞ്ഞ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന തോട് നഗരസഭ വൃത്തിയാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തോടെ പന്തളം നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്കും പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ. ജനം, പത്തനംതിട്ട.